നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കരിക്ക് വെച്ചുള്ള ഒരു സൂപ്പർ ടേസ്റ്റി വട്ടയപ്പമാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത്, പാകത്തിന് ഉപ്പ്, പിന്നെ ഇത് കരിക്കിൻ്റെ ഉള്ളിലെ കഴമ്പെടുത്തതിന്, പിന്നെ ഒരു ഗ്ലാസ് ചോറ്, ഒരു കപ്പ് ചോറ്, ഒരു 3/4 ഗ്ലാസ് നാളികേരപ്പാൽ, പിന്നെ കരിക്കിൻ്റെ വെള്ളം 1 കപ്പ്, പിന്നെ പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് ഒരു ചെറിയ സ്പൂണ്, പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റ് ഒന്ന് ചെറുചൂട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇത് അതിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പഞ്ചസാര മിക്സിയിലോട്ട് ഇടുക, പിന്നെ ഈ ചോറും മിക്സിയിലോട്ട് ഇടുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചു വരാം. അപ്പം നമ്മളിവിടെ ഇത് പഞ്ചസാരയും ചോറും കൂടെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ അരിയും പട്ട ഗ്രാമ്പ് പൊടിച്ച ഇതിലോട്ട് ഈ കരിക്കിൻ്റെ കഴമ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരപ്പാൽ, ഇതൊന്ന് അടിച്ചു വരാം. അപ്പോൾ ഇവിടെ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റും ഈ കരിക്കിൻ്റെ വെള്ളവും കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടിച്ചു വരാം. ഇത് 2 ട്രിപ്പായിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതിൽ കറുകപ്പട്ടയുടെ ഒരു മിക്സും പിന്നെ കരിക്കിൻ്റെതും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കിയാൽ. അപ്പം നമ്മൾക്ക് നമ്മളിവിടെ ഒരു നമ്മളെ കാസറോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 4 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 4-5 മണിക്കൂർ ഒന്ന് വീർത്ത് വരണം. ഇതിനായിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അതേ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇവിടെ ആവി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ബിരിയാണി പൊട്ടാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് നമ്മൾക്ക് ഇതൊന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ കരിക്ക് വെച്ചുള്ള ചെന്തെങ്ങിൻ്റെ കരിക്ക് വെച്ചുള്ള സൂപ്പർ ടേസ്റ്റി വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. 45 മിനിറ്റാണ് ഇത് കുക്കായി വരാൻ സമയം പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മളെ കരിക്ക് വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി വെള്ളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.